Hello. ഹലോ മച്ചാമാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒത്തിരി സുഹൃത്തുക്കൾ ഒരുപാട് പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ജൂപ്പിറ്റർ എന്ന വാഹനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് പേരും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വാദങ്ങളെ ശരിവെച്ചുകൊണ്ട് ഒത്തിരി സുഹൃത്തുക്കളും നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 5 ദിവസത്തിന് ശേഷം പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു വണ്ടി ഷോറൂമിൽ നിന്ന് കിട്ടിയോ എന്ന്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ അന്ന് നൈറ്റിനുള്ള എൻ്റെ പുതിയൊരു കംപ്ലൈൻറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താം. നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടി ഒരു 1 അവർ കഴിഞ്ഞ് ഞാനൊരു ചെറിയൊരു ഡ്രൈവ് പോയി തിരികെ വന്നപ്പോൾ എൻജിൻ വാണിങ്ങിൻ്റെ ലൈറ്റ് തെളിഞ്ഞ് വന്നിരുന്നു. ആ ലൈറ്റ് തെളിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് നിന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിത് ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷേ ഇൻ്റലിഗോ ഫീച്ചർ വർക്കാവുന്നില്ല. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാൻ പോകുന്ന ആ ഒരു വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. മറ്റൊരു സുഹൃത്തിൻ്റെ വണ്ടിയിൽ ഞാൻ പോവുകയാണ്. ഇത് നമുക്ക് വന്ന കമൻറ്റുകളാണ്. കമൻ്റ് ഇട്ട സുഹൃത്തുക്കൾക്കെല്ലാം 1000 നന്ദിയുണ്ട്. ഇനിയും നല്ല നല്ല കമൻസുകൾ, നെഗറ്റീവായാലും പോസിറ്റീവായാലും 14,000-ഓളം പേര് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങളൊരു വൻ വിജയമാക്കുക. ഈ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. ഇപ്പോൾ ഷോറൂമിൽ വന്നപ്പോൾ ഷോറൂമിലെ അണ്ണൻ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മൾ ഈ തൊഴുത്ത് പശുക്കളെയൊക്കെ വളർത്തുന്ന അവിടെ നിന്ന് കിട്ടിയതുപോലെയാണ്, അവിടെ ഇരുന്ന വണ്ടി പോലെയാണ് എനിക്ക് കിട്ടിയത്. ഓയിലും ഗ്രീസും എല്ലാം മാറ്റിലും വണ്ടിയിലും എല്ലാം പുരട്ടി നല്ല ഭംഗിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ നല്ല വാട്ടർ വാഷൊക്കെ ചെയ്ത് സർവീസ് ചെയ്ത് ആ ഒരു ഭംഗിയിൽ കൊണ്ടു കൊടുത്ത വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടിയത് ഒരു പശുക്കളുടെ തൊഴുത്തിലിരുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഉടൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്തു. അപ്പോൾ ഈ വണ്ടിയിൽ ഈ പൊടിയും ചെളിയും ഒന്നും ഇരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമില്ല. കാര്യം എൻ്റെ വണ്ടി എപ്പോഴും നല്ല ഭംഗിയിലിരിക്കണം. അങ്ങനെ നല്ല ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കാണ് ഈ 8ൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി എടുത്തിട്ട് 2 മാസം പോലും ആയിട്ടില്ല. ഞാൻ ഇന്നും ബസ്സിലും നടന്ന് നരകിച്ചാണ് ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ സഹധർമ്മിണിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മച്ചാന്മാരെ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി കമൻറ്റുകൾ നിങ്ങൾ ചെയ്ത്, ജൂപ്പിറ്റർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതുപോലൊരു സാധനം കാണാൻ കിട്ടത്തില്ല, ഇങ്ങനൊരു ഫീച്ചർ കിട്ടത്തില്ല, അതെല്ലാം വിശ്വസിച്ച് തന്നെയാണ് ഞാനും ഈ സാധനം മേടിച്ചത്. 2 ഹെൽമെറ്റ് വയ്ക്കാം, നമ്മളത് കൈ പിടിച്ചുകൊണ്ട് നടക്കേണ്ട, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നല്ലൊരു ഫുട്ബോർഡ്, ആ ഒരു സ്പേസ് ഉണ്ട്, പെട്രോൾ അടിക്കാൻ പുറത്തിറങ്ങണ്ട, പുറകിലിരിക്കുന്ന ആളിറങ്ങണ്ട, നല്ല LED ഹെഡ് ലാമ്പ്, DRL, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ മോഹിപ്പിച്ച് കൊതിപ്പിച്ച് ഇവന്മാർ എടുപ്പിക്കുന്നതായി സംഭവം. ഇന്ന് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എനിക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഷോറൂമിൽ വെച്ച് എനിക്കൊരു സ്റ്റാർട്ട് ചെയ്ത് വണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ നൈറ്റ് എൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് വണ്ടി എടുക്കുമ്പോൾ എൻജിൻ വാർണിങ്ങിൻ്റെ ലൈറ്റ് ഓഫ് ആവുന്നില്ല. സാധാരണ വണ്ടി സ്റ്റാർട്ടിങ് സ്റ്റേജിലെത്തുമ്പോൾ, സ്റ്റാർട്ടായി കഴിയുമ്പോൾ എൻജിൻ വാർണിങ്ങിൻ്റെ ലൈറ്റ് ഓഫ് ആവാറാണ് പതിവ്. പക്ഷേ ഓഫ് ആയില്ല എന്ന് മാത്രമല്ല, മുന്നോട്ടുള്ള ഡ്രൈവിൽ മൊത്തവും എനിക്ക് പ്രശ്നങ്ങളായിരുന്നു. അതായത് ബ്രേക്ക് പതിവിലും അധികമായിട്ട് ടൈറ്റ് ആവുന്നൊരവസ്ഥ. നമ്മൾ ഒരല്പം കൈ വെച്ചൊന്ന് സ്ലോ ചെയ്താലും വണ്ടി അവിടെ നിൽക്കുന്നൊരവസ്ഥ. അതായത് എൻജിൻ വാർണിംഗ് ലൈറ്റ് വരുമ്പോൾ നമ്മുടെ വണ്ടിയെ മൊത്തത്തിൽ ബാധിക്കും എന്ന് പറയുന്ന ആ ഒരു ഘടകം ഞാനിന്ന് സ്വയം മനസ്സിലാക്കി. പക്ഷേ അടുത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റലിഗോ ഫീച്ചർ, ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, അതെനിക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട ആ ഒരു വിഷ്വൽ അതിന് ഞാൻ കാണിക്കുന്നില്ല. അതിനെക്കുറിച്ച് തർക്കിക്കുന്നവർക്ക് തർക്കിക്കാം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ നാളെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തൊട്ടടുത്ത ദിവസം എൻ്റെ വണ്ടി വീണ്ടും ഞാൻ ഷോറൂമിൽ കൊണ്ടുപോവുകയാണ്. എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇനി ഒന്നുകിൽ ഇത് ഫിനാൻസിലെടുത്ത വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനി ഇതാർക്കും എനിക്ക് വിലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ, ഫിനാൻസിലെടുത്ത വണ്ടി പേര് മാറാതെ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് പറഞ്ഞു താ. ഫിനാൻസിലെടുത്ത വണ്ടി എനിക്കിതൊന്ന് ഒഴിഞ്ഞ് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്കിത് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി ആഗ്രഹിച്ചെടുത്ത വണ്ടി തന്നെയാണ്. പക്ഷേ ഓടിക്കാൻ പറ്റുന്നില്ല. ഒന്നിന് പുറകെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്. അപ്പം നിങ്ങൾ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, എൻജിൻ മണി ലൈറ്റ് വന്നോട്ടെ, ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ വന്നോട്ടെ.
അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ശരിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ഓടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറ്റും? നമ്മൾ വണ്ടിയെ സ്നേഹിച്ച് ആ ആശയോടെ എടുക്കുന്നൊരു സാധനം ചെറിയൊരു എന്തെങ്കിലും ഒരു ഫോൾട്ട് കാണിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം വരും. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ വണ്ടിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള പല സുഹൃത്തുക്കളും നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പോട്ടെ ബ്രോ, വിഷമിക്കേണ്ട, കേസ് കൊടുക്ക്, കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്കതിനൊന്നും തോന്നുന്നില്ല. എനിക്ക് അതിൻ്റെ പുറകിലൊന്നും നടക്കാൻ സമയമില്ല. നമ്മളിൽ പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത്. പല വണ്ടികൾക്കും ഉള്ള പ്രശ്നങ്ങളും തന്നെ ആയിരിക്കാം. പലരും പറയുന്നുണ്ട് എൻ്റെ വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല ബ്രോ, നിങ്ങളുടെ സമയദോഷം ശരിയാവാം, സമയദോഷം കൊണ്ടാവാം. പക്ഷേ ഞാൻ ഈ വാഷ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം അത് കൊണ്ടുവന്നപ്പോൾ ഒത്തിരി പൊടിയും ചളിയും പറ്റിയിരുന്നു. അത് കഴുകിയെടുത്ത് ഞാൻ ഡെയിലി ഒരു മഴയത്തോ വെയിലത്തോ പോലും വയ്ക്കാതെ നമുക്കിതിൻ്റെ കൂടെ ഒരു കവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് തന്നെ മൂടി പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന സാധനമാണ്. അപ്പോഴത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാകുമ്പോൾ ഒത്തിരി വിഷമം വരും. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കളിൽ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒത്തിരി കമൻറ്റുകൾ വന്നിരുന്നു. ഫ്യൂൽ ടാങ്ക് എയർ കയറിയതാണെന്നും അങ്ങനെ ഒത്തിരി കാര്യം. ഇപ്പം തന്നെ ഞാൻ പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഫ്യൂവൽ ഫില്ല് ചെയ്തതിന് ശേഷം ചാവി ഓൺ ചെയ്യാതെ കിക്കർ ഒന്ന് ചവിട്ടി വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ചെയ്തിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി. നല്ലൊരു പോസിറ്റീവ് ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ചില സുഹൃത്തുക്കൾ പറഞ്ഞു ECU അങ്ങനെ എന്തോ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഷോറൂമിൽ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ടാങ്കിനകത്ത് ഫുള്ള് പെട്രോളൊന്ന് ഊറ്റി ഇത് വെള്ളമുണ്ടോ നോക്കാൻ പറഞ്ഞു, ECU ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. എന്തോ വേറൊരു സുഹൃത്ത് പറഞ്ഞു ബാറ്ററി ഇഞ്ചക്ടർ ഒന്ന് അതൊന്ന് മാറ്റി നോക്കാൻ പറഞ്ഞു, ഫ്യൂവൽ പമ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ അവർ പറയുന്നത് OBD ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു പ്രശ്നമില്ല, വണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിളിച്ച എക്സിക്യൂട്ടീവും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെക്ക് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്ന് റോഡിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ തലയ്ക്ക് ചുമന്ന് ഈ സാധനം കൊണ്ടുവയ്ക്കാം. അല്ലാതെ ഓടിച്ച് കൊണ്ടുപോകുമ്പോൾ ഓട്ടം കഴിഞ്ഞ് വരുമ്പം ആ ഫോൾട്ടങ്ങ് മാറും. അപ്പോൾ ഇതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ്